കൊണ്ടുവന്നാൽ ലം യംനഉ മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്ത്. പിന്നെ അവന് സ്വർഗപ്രവേശനത്തിന് തടസ്സമാകുന്നത്, സ്വർഗത്തിൽ കടക്കുന്നതിന് അവന് തടസ്സമായി നിൽക്കുന്നത് മരണം മാത്രമാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫർള് നിസ്കാരങ്ങളെ ആയത്തുൽ കുർസി പതിവാക്കിയാൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ആയത്തുൽ കുർസി ഓതിയാൽ പിന്നെ അവന് സ്വർഗത്തിൽ കടക്കുന്നതിന് എന്തേ തടസ്സമുള്ളൂ? അവന്റെ മരണം മാത്രമാണെന്ന് മുത്ത് റസൂലുള്ളാഹ്. എന്തൊരു ഭാഗ്യമാണ്, എന്തൊരു തൗഫീഖാണ് പ്രിയപ്പെട്ട സഹോദരിമാർ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമുക്ക് അതിനൊക്കെ സമയം അല്ലെ, നിസ്കരിച്ചു തീർക്കുന്ന തന്നെ വലിയ കഷ്ടത്തിൽ അല്ലെ, ഈ 4 റക്അത്ത് നിസ്കരിക്കുന്ന തന്നെ വലിയ പ്രയാസത്തിലാണ്. പിന്നല്ല ആയത്തുൽ കുർസി, പിന്നല്ല തസ്ബീഹ്, പിന്നല്ല ദുആ. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല പറയുമ്പോ ചോദിക്കാൻ നമുക്ക് മനസ്സില്ല, ദുആ ചെയ്യാൻ നമുക്ക് സമയമില്ല. അല്ലാഹു തരാൻ ഒരുക്കമാണ്, പക്ഷേ ചോദിക്കാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ പറയുകയാണ് കേട്ടോ, ഫർള് നിസ്കാരം കഴിഞ്ഞ ഈ സദസ്സിൽ വന്ന ഉമ്മമാരോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് സ്നേഹബുദ്ധിയെ ഞാൻ ഉണർത്തുകയാണ്. ഒരു നിയ്യത്ത് ഈ സദസ്സിൽ വെച്ചെടുക്കണേ, ഒരു പ്രതിജ്ഞ ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ, ഇന്ന് ളുഹർ മുതൽ എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വട്ടം ആയത്തുൽ കുർസി ഓതാത്ത ഒരു നിസ്കാരവും ഇല്ല, കടന്നു പോവില്ല എന്ന് ഒരു നല്ല നിയ്യത്ത് ഈ സദസ്സിൽ വെച്ചെടുക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എടുത്തൂടെ എടുത്തൂടെ ഓതൂലേ? ഇൻഷാ അല്ലാഹ് പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഅ്മിനീങ്ങളെ, അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ പുണ്യം എത്രയോ വലുതാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് കേട്ടോ, മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ ചോദിക്കുകയാണ്, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം. ഓ അബൽ മുൻദിർ തങ്ങളെ, ഓ ഉബയ്യ് തങ്ങളെ, നിങ്ങൾക്കറിയുമോ ഖുർആനിലെ ഏറ്റവും വണ്ണമായ, ഏറ്റവും മഹത്തരമായ, ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങളൊന്ന് പറയുമോ ഉബയ്യ് തങ്ങള് എന്ന് റസൂലുള്ള ചോദിക്കുകയാണ്. റസൂലുള്ളയോട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം. നബിയെ, എനിക്കറിയില്ല നബിയെ, അല്ലാഹുവും റസൂലിനുമല്ലേ അതറിയുക, ഞാൻ എങ്ങനെയാണ് നബിയെ പറഞ്ഞു തരേണ്ടത്? വീണ്ടും റസൂലുള്ള ചോദിച്ചു, യാ അബൽ മുൻദിർ അതദരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅലം. നിങ്ങൾക്കറിയുമോ അബൽ മുൻദിർ, ഏതാണ് അല്ലാഹുവിന്റെ ഖുർആനിക വചനങ്ങളിൽ, ഖുർആനിക സൂക്തങ്ങളിൽ, ആ ഖുർആനിൽ വെച്ച് ഏറ്റവും വണ്ണമായ ആയത്ത് ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോഴാണ് അബൽ മുൻദിർ അബൂ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുന്നത്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. നബിയേ, അത് ആയത്തുൽ കുർസിയാണ് നബിയേ, അത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിൽ ഒരു സൂക്തമാണോ നബിയേ എന്ന് അബൽ മുൻദിർ തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ അതാ റസൂലുള്ളയോട് ചോദിക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, ബലാ, അത് തന്നെയാണ്, അത് തന്നെയാണ്. മാത്രമല്ല ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുകയാണ്, ഫളറബ ബി സദ്രി വഖാൽ ലിയഹ്നികൽ ഇൽമു അബൽ മുൻദിർ. നബി തങ്ങൾ എന്റെ നെഞ്ചിലേക്ക് അടിയടിക്കുകയും എന്റെ നെഞ്ചത്തേക്ക് റസൂലുള്ള ഒരു അടിയടിക്കുകയും എന്നിട്ട് എന്റെ ഇൽമിലെ വർദ്ധനവിന് വേണ്ടി റസൂലുള്ള എനിക്ക് പ്രാർത്ഥിച്ചു തന്നു എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങൾ പറയുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഖുർആനിക വചനങ്ങളിൽ ഏറ്റവും മഹത്തരമായ ആയത്താണ്, ഏറ്റവും വണ്ണമായ ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. 6600 ചില്ലാന ആയത്തുകളിൽ വെച്ച് ഏറ്റവും വണ്ണമായ ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. അതിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം, അത് ജീവിതത്തിൽ കൊണ്ടുവന്നാലുള്ള ശ്രേഷ്ഠത എത്രയോ വലുതാണ് മുഅ്മിനീങ്ങളെ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ടല്ലോ, വമൻ ഖറഅ ഇദാ അഖറ മൽജഅഹു ഹമില അലാ നഫ്സിഹി വജാറഹു വജാറ ജാരി. റസൂലുള്ളാഹി പറയുകയാണ്, കേൾക്കും മുഅ്മിനീങ്ങളെ, ഒരാൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോ, അവന്റെ കിടപ്പറയിലേക്ക് പോകുമ്പോ, നിദ്ര കൊള്ളാൻ പോകുമ്പോ ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ ഹമില അലാ നഫ്സിഹി വജാറഹു വജാറ ജാരി. റസൂലുള്ളാഹി പറയുകയാണ്, അവന്റെ ശരീരത്തെ നിർഭയത്വം ഏകിയവനാണ്, അവന്റെ ശരീരത്തെ റബ്ബിലേക്ക് അവൻ വരവേൽപ്പിച്ചവനാണ്. അവന്റെ ശരീരം മാത്രമല്ല, അവന്റെ അയൽവാസികളുടെയും അവന്റെ അയൽവാസികളുടെയും ശരീരത്തെ, അവരുടെ ഭവനങ്ങളെ അല്ലാഹുവിലേക്ക് അവൻ ഏൽപ്പിച്ചവനാണ്, നിർഭയത്വം ഏൽക്കിയവനാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ വീട്ടിലിരുന്ന് ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അവന്റെ ശരീരം, അവന്റെ വീട്ടുകാർ, അവന്റെ അയൽവാസികൾ എല്ലാം ഇവൻ ആയത്തുൽ കുർസി ഓതുന്ന കാരണം കൊണ്ട് നിർഭയത്വം ഏകിയവനാണ് എന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ശ്രേഷ്ഠത നടന്നു നോക്കണം, അതിന്റെ പവിത്രതയും നടന്നു നോക്കണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല വഹി അറിയിക്കുകയാണ്, ഔഹല്ലാഹു ഇലാ മൂസാ من واظب على آية الكرسي أجعل له قلب الشاكرين ولسان الذاكرين وثواب النبيين. മൂസാ നബിയോട് അല്ലാഹു തആല പറയുകയാണ്, മുഅ്മിനീങ്ങളെ, അല്ലാഹു വഹി അറിയിക്കുകയാണ്, യാ മൂസാ മൻ വാലബ അലാ ആയത്തുൽ കുർസി, ഒരാൾ ആയത്തുൽ കുർസി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, ആയത്തുൽ കുർസി വരാൻ നിത്യമായി പാരായണം ചെയ്താൽ, അജ്അലു ലഹു ഖൽബ ശാകിരീൻ, ഞാൻ അവന് കാട്ടി കൊടുക്കുന്നതാണ്. മൂസാ നബിയെ, ഞാൻ അവന് കാട്ടി കൊടുക്കുന്നതാണ് ശാകിരീങ്ങൾക്കുള്ളതായ നന്ദി ചെയ്യുന്നവരെ ഖൽബ് അവനിക്ക് കൊടുക്കുന്നതാ. അതേ ദിക്ർ ചൊല്ലാനുള്ള നാവ് ഞാൻ അവനിക്ക് കൊടുക്കുന്നതാണ്. പ്രവാചകന്മാർക്കുള്ള പ്രതിഫലം ഞാൻ അവനിക്ക് കൊടുക്കുമെന്ന് രാജാതിരാജനായ തമ്പുരാൻ പറയുകയാ. മുഅ്മിനീങ്ങളെ, അതേ ആയത്തുൽ കുർസി പതിവാക്കിയാൽ അല്ലാഹു അവനിക്ക് ഓഫർ ചെയ്യുന്നത് 3 കാര്യമാണ്. 1, ശുക്ർ ചെയ്യാനുള്ള ഖൽബുണ്ടാകുമെന്നുള്ളതാ. 2, ദിക്ർ ചൊല്ലാനുള്ള നാവുണ്ടാകുമെന്നുള്ളതാ. 3, പ്രവാചകന്മാരെ പ്രതിഫലം നമ്മിലേക്ക് കടന്നു വരുമെന്നുള്ളതാ. എന്നാൽ നിങ്ങൾ കേൾക്കണം എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് മറ്റൊരു ഹദീസിലൂടെ, അർബഅത്തുൻ മിൻ കൻസി ദുനിയാ, ദുനിയാവിന്റെ നിധികളിൽപ്പെട്ടതാണ്, ദുനിയാവിന്റെ രത്നങ്ങളിൽപ്പെട്ടതാണ് 4 കാര്യങ്ങൾ. അത് ദുനിയാവിന്റെ നിധികളാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് 4 കാര്യമെന്നറിയുമോ? 1, ലിസാനൻ ദാകിറാ وقلبا شاكرا وبدنا صابرا وزوجتا صالحا. ഈ 4 കാര്യങ്ങൾ അത് ദുനിയാവിന്റെ നിധികളാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله اللهم إني أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله
അസ്തഗ്ഫിറുല്ലാഹ് اللهم إني أسألك الجنة وأعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين നിങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു തരണം റഹ്മാനേ. ദുനിയാവിന്റെ നിധികളിൽപ്പെട്ടതാണ് 4 കാര്യമെന്ന് ഹബീബായ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പ്രബലമായ മുഖ്യമായ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം എന്നും റബ്ബിനോട് തേടുന്ന 4 കാര്യങ്ങളായിരുന്നു ഇത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൽബൻ ശാകിറാ വബദനാ സാബിറാ വസൗജതാ സാലിഹാ വലിസാനൻ ദാകിറാ എന്ന് ദാവൂദ് നബി അലൈഹിസ്സലാം എന്നും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. ദാവൂദ് നബിയുടെ പ്രബലമായ മുഖ്യമായ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പ്രാർത്ഥനയായിരുന്നു ഇത്. എന്നാൽ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല പറയുന്നതാണ്, ഒരാൾ ആയത്തുൽ കുർസി പരിപാടി കഴിഞ്ഞാൽ അവനിക്ക് ഞാൻ 3 കാര്യം ഓഫർ ചെയ്യും. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ദിക്ർ ചെല്ലാൻ നന്ദി ചെയ്യാനുള്ള കൽബുണ്ടാവുക എന്നുള്ളത്. നന്ദി ചെയ്യാനുള്ള ശുക്ർ ചെയ്യാനുള്ള കൽബ് അവനിക്ക് ഞാൻ കൊടുക്കുമെന്നുള്ളതാണ്. വലിയ കാര്യമാണത്. എന്നാൽ ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്നും നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ. ഇന്ന് നമുക്ക് ഇല്ലാണ്ടായി പോകുന്ന ഒരു മന തന്നെയാണ് അല്ലെ, നന്ദി ചെയ്യാനുള്ള മനസ്സില്ല എന്നുള്ളതാണ്. എത്രയോ ആളുകൾ നമുക്ക് പല ഉപകാരം ചെയ്യുകയാണ് അല്ലെ. നാം ഏറെ ആക്രമിക്കുക ആരെയെന്നറിയോ, ഏറെ ദ്രോഹിക്കുന്നത് ആരെയെന്നറിയോ? നമുക്ക് ആരാണോ കൂടുതൽ ഉപകാരം ചെയ്യുന്നത് അവരെ ആയിരിക്കും നാം കൂടുതൽ ആക്രമിക്കുക. തിരിച്ചും അങ്ങനെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ദ്രോഹം സഹിക്കേണ്ടി വരുന്നത് നാം ഇഷ്ടപ്പെട്ട് നാം സ്നേഹിച്ച് ഒരാളെ നന്നായി സഹായിക്കുന്നുവെങ്കിൽ അവനിൽ നിന്നായിരിക്കും നമുക്ക് ഏറെ ഉപദ്രവം സഹിക്കേണ്ടി വരിക. കാരണം എന്തേ? നന്ദി എന്നൊരു വാക്ക് ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ മനസ്സുകളിൽ നിന്ന് നന്ദി എന്നുള്ളത് എടുത്തു മാറ്റപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. നന്ദിയുള്ളവരായി മാറണം. ഒരാൾ ഉപകാരം ചെയ്താൽ അത് ഒരിക്കലും മറക്കാൻ പാടില്ല. മഹാന്മാര് പറയുന്നുണ്ടല്ലോ, മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ടല്ലോ, നിനക്ക് ഒരാളൊരു ഉപകാരം ചെയ്താൽ നീ ഒരിക്കലും അത് മറന്നു പോകില്ല. നിന്നെ ഒരാൾ ദ്രോഹിച്ചാൽ നീ അത് ഒരിക്കലും ഓർക്കാനും പാടില്ല എന്ന് മഹാന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. മഹാനായ മൂസാ അലൈഹിസ്സലാം സ്വർഗീയ ആരാധനകളിലൂടെ സ്വർഗത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ അനുഭൂതികൾ കണ്ട്, സ്വർഗത്തിന്റെ മണിമാളികകൾ കണ്ട്, അതിന്റെ സുന്ദരമായ പരദീസുകൾ കണ്ട് മൂസാ അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോ ഒരു ചാരത്തോട്ട് നോക്കുമ്പോ, ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ നല്ല സുന്ദരമായ 2 മണിമാളിക മൂസാ അലൈഹിസ്സലാം കാണുകയാണ്. അമ്പര ചുംബിയായ, കണ്ടാലേത് കണ്ണും ആഗ്രഹിച്ചു പോകുന്ന എത്രയോ സുന്ദരമായ 2 കൊട്ടാരം മൂസാ അലൈഹിസ്സലാം കാണുകയാണ്. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, യാ അല്ലാഹുവേ, ആർക്ക് വേണ്ടിയാണ് റബ്ബേ ഈ 2 കൊട്ടാരം നീ തയ്യാർ ചെയ്ത് വെച്ചത്, ഈ 2 മണിമാളിക നീ ഒരുക്കി വെച്ചത് ആർക്കാണ് റബ്ബേ എന്ന് മൂസാ അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു മൂസയോട്, മൂസാ, അത് എന്റെ മുഹമ്മദ് നബിയുടെ, മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഉമ്മത്തിൽപ്പെട്ട 2 സ്വഭാവത്തിന്റെ ഉടമകൾക്കാണ്, 2 സ്വഭാവമുള്ള ആളുകൾക്കാണ് ഈ കൊട്ടാരം ഞാൻ സമ്മാനിക്കുക എന്ന് മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ മൂസാ അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ 2 സ്വഭാവമുള്ള ആളുകൾക്കാണ്. ഉടനെ മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു റബ്ബിനോട്, യാ അല്ലാഹ്, ഇതാണ് റബ്ബേ ആ 2 സ്വഭാവം ഏതാ?
ഈ മണിമാളിക കിട്ടുന്ന ഈ അമ്പലച്ചുംബിയായ കൊട്ടാരം നീ സമ്മാനിക്കുന്ന ഏത് കണ്ണും കണ്ടാൽ ആഗ്രഹിച്ചു പോകുന്ന ഈ പറുദീസ നീ നൽകുന്ന ഈ രണ്ട് സ്വഭാവം ഏതാ റബ്ബേ ഒന്ന് പറയുമോ? അല്ല പറഞ്ഞു കൊടുക്കുന്നു മൂസയോട്, മൂസ അതിൽപ്പെട്ട ഒരു സ്വഭാവം ഏതാണെന്നറിയുമോ? ഞാൻ ഒരാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയാ, ഒരുപാട് നേട്ടങ്ങൾ ഞാൻ കൊടുക്കുകയാ. നല്ല വീട് കൊടുക്കുന്നു, നല്ല വാഹനം കൊടുക്കുന്നു, നല്ല ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നു, നല്ല ആരോഗ്യം അവർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, എണ്ണിയാൽ തീരാത്ത, എന്നെ ചിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാ. ഉമ്മിനെ എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഒന്ന് ചിന്തിക്കണേ, ഒന്ന് ആലോചിക്കണേ. ഒന്നും റബ്ബ് ചെയ്തില്ല എന്ന് പറയല്ല, ഇല്ലായ്മയും വല്ലായ്മയും പറയല്ല. ചില ആളുകൾ അങ്ങനെയാണ്, എത്ര ഉണ്ടേലും ഉണ്ട് എന്നൊരാൾ പറയില്ല അല്ലെ. എപ്പോ നോക്കിയാൽ എങ്ങനെ ഉണ്ടാച്ചാല് എന്ത് സുഖം, ഇങ്ങനെ പോന്നു, ഇങ്ങനെ പോന്നു അല്ലെ. അൽഹംദുലില്ലാഹ് റാഹത്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ലെ. പലരും അങ്ങനെയല്ല പറയുന്നത്. ഇല്ലായ്മയും വല്ലായ്മയും അല്ലാതെ ഒരാൾ ഉണ്ട് എന്ന് പറയില്ല. അങ്ങനെ ആയിക്കൂടാ. അല്ലാഹ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം മുഅ്മിനീങ്ങളെ. എന്തിനേറെ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന അനുഗ്രഹം ഒന്ന് ആലോചിച്ചു നോക്ക്. അല്ലാഹു നമ്മെ മനുഷ്യരാക്കി എന്നുള്ളത് അല്ലെ. ഈ ലോകത്ത് എത്രയോ പടപ്പുകളുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവജാലങ്ങളുണ്ട്, കോടാനുകോടി ജീവജാലങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം അല്ലാഹു സ്ഥാനം നൽകിയത് ആർക്ക് മാത്രമാണ്? മനുഷ്യർക്ക് മാത്രമാണ് അല്ലെ. ആ മനുഷ്യ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ പൊരുത്തി എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമല്ല. എന്നാൽ ആ മനുഷ്യരിൽ തന്നെ, ആ മനുഷ്യവർഗത്തിൽ തന്നെ എത്രയോ ആളുകളുണ്ട് ഇവിടെ. ഹൈന്ദവരുണ്ട്, ക്രൈസ്തവരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനരുണ്ട്, മതമില്ലാത്തവരുണ്ട്. എന്നാൽ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആളുകളാക്കി എന്നുള്ളത്, നമ്മെ ഇസ്ലാമിന്റെ ആളുകളാക്കി എന്നുള്ളത് നമ്മുടെ ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ലല്ലോ നാം ഇസ്ലാമായത്. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല. അള്ളാഹു ഇസ്ലാമിന്റെ വക്താക്കളാക്കി നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമല്ലേ. ഒരു വേളൊന്ന് ചിന്തിക്കുന്ന മറ്റുള്ള മതത്തിൽ പെട്ടിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു മുഅ്മിനീങ്ങളെ? അള്ളാഹു നമ്മെ സലാമത്താക്കിയില്ലേ. അള്ളാഹു ഈ പരിശുദ്ധമായ മതത്തിൽ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് തരട്ടെ. മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതും കഴിഞ്ഞില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാമിൽ തന്നെ എത്രയോ വിഭാഗങ്ങളുണ്ട് അല്ലെ, എത്രയോ പേരിൽ അറിയപ്പെടുന്നവരുണ്ട്. എന്നാൽ അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആളുകളാക്കി സ്വർഗം പുൽകുന്ന വിഭാഗമാക്കി അല്ലാഹു നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹമല്ല മുഅ്മിനീങ്ങളെ. ഓർക്കണേ. പിന്നെ ഒന്നും റബ്ബ് ചെയ്തില്ല എന്ന് പറയല്ല, നിരാശകൾ മാത്രം പറയല്ല മുഅ്മിനേ, ഇല്ലായ്മ മാത്രം പറയല്ല മുഅ്മിനേ, വല്ലായ്മ മാത്രം പറഞ്ഞു നടക്കല്ല. എന്താര് ചോദിച്ചാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുവോ, എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുവോ? എന്നാൽ അല്ലാഹ് നമ്മുടെ എല്ലാ കാര്യം എളുപ്പമാക്കി തരും അല്ലേ. എപ്പോഴും ഇല്ലായ്മ മാത്രമാണോ പറയുന്നത് എങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും നിരാശമായിരിക്കും. അല്ലാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർക്കണേ. അതിനെ എന്നെ തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കൂല. ലാ തുഹ്സുഹാ. അതിനെ ഓർത്താൽ, അതിനെണ്ണാൻ തുടങ്ങിയാൽ അത് അവസാനിക്കുന്നതല്ല. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനഹു വശഫതൈൻ. വിശുദ്ധമായ ഖുർആനിൽ ചൊല്ലിക്കുന്നത്, നിങ്ങൾക്ക് സുന്ദരമായ രണ്ട് കണ്ണ് ഞാൻ നൽകിയില്ലയോ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് ഈ കണ്ണെല്ലാം. എല്ലാം നമുക്ക് തന്ന ആരോഗ്യം അല്ലെ. നമ്മെത്ര പ്രായമില്ലാതെ, നമ്മുടെ വയസ്സില്ലാതെ, നമ്മെക്കാൾ പ്രായം കുറഞ്ഞ എത്ര ആളുകളാണ് വീട്ടിന്റെ അകത്ത് തളച്ചിടാൻ വിധിക്കപ്പെട്ടവർ, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്തവർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കണ്ണില്ലാത്തവർ, സംസാര ശേഷിയില്ലാത്തവർ, കേൾക്കാൻ പറ്റാത്തവർ. മുഅ്മിനേ,
ഇതെല്ലാം അല്ലാഹു നമുക്ക് തന്നില്ലയോ? പിന്നെയും ഈ കുറവ് മാത്രം പറയല്ല മുഅ്മിനേ. ആര് ചോദിച്ചാലും അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറയാൻ നമുക്ക് സാധിക്കണേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നന്ദി ചെയ്യുക എന്നുള്ളത്, അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുക എന്നുള്ളത് മുഅ്മിനേ അത് നല്ല മനുഷ്യർക്ക് കിട്ടുന്നൊരു ഭാഗ്യമാണ്. ദുനിയാവിന്റെ നിധികളിൽ പെട്ടതാണ്. ആയത്തുൽ കുർസി ഒരാൾ പതിവാക്കിയാൽ അവൻ അല്ലാഹു നന്ദി ചെയ്യാനുള്ള ഖൽബ് നൽകുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ മുഅ്മിനേ അല്ലാഹു തആല പറയുകയാണ്, ലആ ശകറതും ലഅസീദന്നകും വലആ കഫറതും ഇന്ന അദാബി ലശദീദ. ഞാൻ നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിൽ നിങ്ങൾ എന്നോട് നന്ദിയുള്ളവരായാൽ, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ ലഅസീദന്നകും നിങ്ങൾക്ക് ഞാനതിൽ വർധനവ് നൽകും. ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഞാൻ നൽകും. അതല്ല, ഞാൻ തന്ന അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയിട്ട് നന്ദി കെട്ടവരായി നിങ്ങൾ ജീവിക്കുന്നുവോ, നന്ദിയില്ലാത്ത വർഗമായി നിങ്ങൾ മാറുന്നുവോ, എന്നാൽ എന്റെ അദാബ് അത് കഠോരമാണ്. ഇന്ന അദാബി ലശദീദ്, അത് കഠോരമാണെന്ന് രാജാതിരാജനായ തമ്പുരാൻ പറയുകയാ മുഅ്മിനേ. അതുകൊണ്ട് നന്ദിയുള്ള കൽബാക്കി നമ്മുടെ കൽബ് മാറ്റിയെടുക്കേണ്ട, നന്ദിയുള്ളവരാക്കി നമ്മുടെ കൽബനെ മാറ്റിയെടുക്കണ്ടേ മുഅ്മിനേ. അതുകൊണ്ട് അതിനുള്ളൊരു മരുന്നാണ്, അതിനുള്ളൊരു വഴിയാണ് ആയത്തുൽ കുർസി ധാരാളം നിത്യമായ ജീവിതത്തിൽ പതിവാക്കുക എന്നുള്ളത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഒരാളിന് ഉപകാരം ചെയ്താൽ നന്ദിയുള്ളവരാകണം. എങ്ങനെയാ നന്ദി ചെയ്യാ? ഒരു പക്ഷെ അവനിക്ക് തിരിച്ചൊരു ഉപകാരം ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളൊന്നുമില്ല. നമ്മുടെ മകളുടെ കല്യാണത്തിൽ, നമ്മുടെ സഹോദരിയുടെ കല്യാണത്തിന് ഒരാളെ 10,000 രൂപ നമുക്ക് തരുകയാണ്, സമ്മാനമായി സമ്മാനിക്കുകയാണ്. എന്നാ നിന്റെ മോളെ കല്യാണമില്ല വെച്ചോ, ഒരു സംഖ്യ ഒരാൾ തരികയാണ്. ഒരു പക്ഷേ നമുക്കൊരു തിരിച്ചു കൊടുക്കാൻ സാധിച്ചൊന്നുമില്ല. എന്നാൽ നാം തിരിച്ചു കൊടുത്താൽ തന്നെ അയാളത് സ്വീകരിക്കാനും പോകുന്നില്ല. എന്നാൽ എങ്ങനെയാണ് അയാൾക്ക് നന്ദി ചെയ്യുക? അയാൾക്ക് എന്താണ് നാം ചെയ്തു കൊടുക്കേണ്ട ഉപകാരം? ഹബീബായ തങ്ങൾ പറയുകയാണ്, മുഅ്മിനേ നീ വരെ നിനക്കൊരാളൊരു ഉപകാരം ചെയ്താൽ അവനോട് നീ പറയണേ, ജസാകല്ലാഹു ഖൈറാ. എന്നാൽ നീ അവനക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങളിൽ ഏറ്റവും ഒരു ഉപകാരമാണതെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അവനോട് പറയണം, ഒരു ഉപകാരം ഒരാൾ ചെയ്താൽ ജസാകല്ലാഹു ഖൈറാ, അല്ലാഹു അവനക്ക് നന്മ പ്രതിഫലമായി തരട്ടെ എന്ന് പറയാൻ പറ്റിയാൽ അതാണ് നാം അവനിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് മുത്തായ റസൂലുള്ളാഹ്. രണ്ടാമതായി മഹാന്മാര് പറയുന്നു, കേൾക്കണേ, അതുകൊണ്ട് ആയത്തുൽ കുർസി പതിവാക്കിയാൽ നന്ദി ചെയ്യാനുള്ള മനസ്സ് നമുക്ക് കടന്നു വരും മുഅ്മിനേ. നന്ദി ചെയ്യാനുള്ള മനസ്സ് നമുക്കുണ്ടാകും മുഅ്മിനേ. അതിനുള്ള മനസ്സാക്കി അല്ലാഹു നമ്മുടെ ഖൽബുകളെ പാകപ്പെടുത്തും മുഅ്മിനേ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. കേൾക്കണേ, രണ്ടാമതായി മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്നത്, ദിക്ർ ചൊല്ലാനുള്ള നാവുണ്ടാകുമെന്നുള്ളതാണ്. ദിക്ർ ചൊല്ലാനുള്ള നാവ് അവനിക്കുണ്ടാകുമെന്നുള്ളതാണ്. ദിക്ർ പതിവാക്കാൻ അവനിക്ക് ഭാഗ്യമുണ്ടാകുമെന്നുള്ളതാണ്. അള്ളാഹുവിനോടുള്ള ദിക്ർ അത് നിത്യമായ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണ്. അല്ലെ, അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് ശാന്തി വേണോ? ഹൃദയത്തിന് സമാധാനം വേണോ? ഹൃദയത്തിന് റാഹത്ത് വേണോ? എന്നാൽ ദിക്ർ ചൊല്ലണേ, ദിക്ർ ചൊല്ലണേ. ദിക്ർ കൊണ്ട് നിങ്ങൾ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാ. ഇന്നൊരു രോഗമാണ് അല്ലെ, ഇന്ന് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ് എന്ത്? എത്ര പൈസ ഉണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടെങ്കിലും ഖൽബിന് സമാധാനമില്ല എന്നുള്ളത് ടെൻഷനാണ് അല്ലെ.
എത്രയോ കാശ് ഉണ്ടാവും, ബാങ്ക് ബാലൻസ് ഉണ്ടാവും, പക്ഷേ ഹൃദയത്തിന് സമാധാനമില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ എന്ത് വേണം? ഖുർആൻ പഠിപ്പിക്കുകയാണ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ ദിക്ർ ചൊല്ലണം. അലാ അറിയണേ, അല്ലാഹുവിനെ സ്മരിക്കൽ കൊണ്ട്, അവനെ ദിക്ർ ചൊല്ലൽ കൊണ്ട്, അവനെ ഓർക്കൽ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞു തരുകയാ. മുഅ്മിന് അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല റസൂലുള്ള ഒരു വട്ടം സ്വഹാബത്തിനോട് പറഞ്ഞു, സബഖൽ മുഫ്റദൂൻ, മുഫ്റദീങ്ങളെ വിജയിച്ചവരാണ്, അവര് മുൻകടന്നവരാണ്, അവര് വിജയം കൈവരിച്ചവരാണ് സ്വഹാബ. സ്വഹാബത്ത് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുഫ്റദൂൻ, ആരാണ് നബിയെ വിജയിച്ചതായ മുഫ്റദീങ്ങൾ? ആരാ വിജയം കൈവരിച്ചതായ മുൻകടന്നതായ മുഫ്റദീങ്ങൾ? ആരാ നബിയെ എന്ന് സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നു, അസ്സാകിറൂനല്ലാഹ കസീറൻ വസ്സാകിറാത്ത്. അതെ, വിജയം കൈവരിച്ചതായ മുഫ്റദീങ്ങൾ ആരാണെന്നറിയുമോ? അവര് ധാരാളം അല്ലാഹുവിനെ ഓർക്കുന്ന, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിനെ സ്മരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമാണെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നിത്യമായി ദിക്ർ ജീവിതത്തിൽ പതിവാക്കണേ. ദിക്റിന് ധാരാളം മഹത്വമാണ് മഹാന്മാര് പറയുന്നത്, റസൂലുള്ള പറഞ്ഞു തരുന്നത്. അപ്പോൾ ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഇന്ന് വരെ കടന്നു വന്ന ആദം നബി അലൈഹിസ്സലാം മുതൽ ഹബീബായ തങ്ങൾ വരെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. അത് പതിവാക്കണം മുഅ്മിനെ. ദിക്റിന് ഒരുപാട് മഹത്വങ്ങൾ പല ദിക്റിനും റസൂലുള്ള പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന് രണ്ട് മാത്രം നിങ്ങളെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, കലിമത്താനി ഖഫീഫതാനി അലൽ ലിസാൻ വസഖീലതാനി ഫിൽ മീസാൻ വഹബീബതാനി ഇലർ റഹ്മാൻ. രണ്ട് വേർഡുണ്ട്, രണ്ട് വാക്കുകളുണ്ട്, രണ്ട് കലിമത്തുകളുണ്ട്. ആ കലിമത്ത് എന്നുള്ളത് നമ്മുടെ നാവിനത് വളരെ ബലഹീനമാണ്, നാവിന് വളരെ ചൊല്ലാൻ വളരെ സുന്ദരമാണ്, സുഖകരമാണ്. എന്നാൽ നമ്മുടെ മീസാനിൽ നന്മ തിന്മകളെ തൂക്കപ്പെടുന്ന മീസാനിന് അത് ഏറ്റവും കനം തൂകുന്ന ദിക്റാണ്. രണ്ട് വാക്കുകളാണ്, പോരാ പോരാ. വഹബീബതാനി ഇലർ റഹ്മാൻ, രാജാതിരാജനായ തമ്പുരാന് ഏറെ ഇഷ്ടമാണ് ആ വാക്കുകൾ, ഏറെ താല്പര്യമാണ് ആ വാക്കുകൾ, ഏറെ പ്രിയമാണ് ആ വാക്കുകൾ, ഏറെ പ്രതീക്ഷയാണ് ആ വാക്കുകൾ എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഏതാണ് ആ വാക്കുകൾ എന്നറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒന്ന് പറഞ്ഞേക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഒരു വട്ടം കൂടി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ രണ്ട് ദിക്റുകൾ അത് മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ദിക്റാണ്, അല്ലാഹുവിനെ ഇഷ്ടമുള്ള ദിക്റാണെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ദിക്റിന്റെ മഹത്വം റസൂലുള്ളാഹി പറഞ്ഞത്, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും അത് മരുന്നാണ്, അത് പരിഹാരമാണ്, അത് മെഡിസിനാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ജീവിതത്തിൽ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, എപ്പോഴും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണം. ഈ ദിക്ർ എല്ലാത്തിനും പരിഹാരമാണ്. ഈ ദിക്റുകൾ, ഇതുപോലുള്ള ദിക്റുകളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരണം. ഏത് സമയത്തും സഹോദരിമാർക്ക് ചൊല്ലാമല്ലോ. ഭക്ഷണമുണ്ടാക്കുമ്പോ, അലക്കുമ്പോ,
ഏത് സമയത്തും നിങ്ങൾ ആ ദിക്ർ ചൊല്ലണേ. നിങ്ങൾ ശുദ്ധി ഉണ്ടാവട്ടെ, ശുദ്ധി ഇല്ലാതിരിക്കട്ടെ. എപ്പോഴും ദിക്റുകൾ പതിവാക്കാം, അതിനൊരു തടസ്സമില്ലല്ലോ, അതിനൊരു പ്രയാസമില്ലല്ലോ. ശുദ്ധിയിലില്ലാതിരിക്കുമ്പോ ഖുർആൻ ഓതൽ നിഷിദ്ധമാണ്, ഹറാമാണ്. നിസ്കാരം ഹറാമാണ്, വ്രതം ഹറാമാണ്. മെൻസസ് ഉണ്ടാകുമ്പോ, ഹൈൽ ഉണ്ടാകുമ്പോ ഇത്യാദി കാര്യങ്ങളെല്ലാം ഹറാമാണ്. പക്ഷെ ദിക്റുകൾ ചൊല്ലുന്നതിന് തടസ്സമേ ഇല്ല, ദിക്റുകൾ ചൊല്ലുന്നതിന് പ്രയാസമേ ഇല്ല. നാലാളെ കുറ്റം പറയുന്നതിന് പകരം, അയൽവാസികളെ കുറവുകൾ പറയുന്നതിന് പകരം, മുഅ്മിനേ എന്റെ ഉമ്മ സഹോദരി ഈ ദിക്ർ പതിവാക്കണേ. വലിയ നേട്ടം നമുക്ക് കാണാൻ കഴിയുമേ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുപോലെ ഇസ്തിഗ്ഫാർ പതിവാക്കണം, ധാരാളം ധാരാളം ഇസ്തിഗ്ഫാർ പതിവാക്കണം. എന്റെ ഇസ്തിഗ്ഫാറിന് ഒരുപാട് മഹത്വമാണ് പറയുന്നത്. ആ വിഷയഭാഗത്തേക്ക് ഞാൻ പോയാൽ എന്റെ വിഷയം പറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ എവിടെയും എത്തിപ്പെടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, മടങ്ങി വരികയാണ്. മൂന്നാമതായി റസൂലുള്ള പറഞ്ഞു, അർബഅത്തും മിൻ കൻസിദ് ദുനിയാ, ദുനിയാവിന്റെ നിധികളിൽപ്പെട്ട മൂന്നാമത്തെ കാര്യമായി റസൂലുള്ള എണ്ണിയത് വബദനാ സാബിറാ. എന്താ? ക്ഷമിക്കാനുള്ള ശരീരമുണ്ടാവുക എന്നുള്ളതാണ്. പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷെ എല്ലാം തരണം ചെയ്ത് ക്ഷമിച്ചു പോകാൻ നമുക്ക് കഴിയണം. എല്ലാം തരണം ചെയ്ത് ക്ഷമാശീലരാവാൻ നമുക്ക് സാധിക്കണം. ഇന്നമാ യുവസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്നാണല്ലോ ഖുർആൻ പഠിപ്പിച്ചത്. ക്ഷമാശീലർക്ക് അല്ലാഹു തആല കണക്കില്ലാതെ പ്രതിഫലം അല്ലാഹു നൽകുമത്രേ. എന്ത് ബുദ്ധിമുട്ട് വന്നാലും, എന്ത് പ്രയാസം വന്നാലും മുഅ്മിനേ, ഈ അടുത്ത് കഴിഞ്ഞ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് പോലും നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നതല്ലേ, ഒരുപാട് വേദന ഉണ്ടാക്കുന്നതല്ലേ. എന്തുകൊണ്ട് അങ്ങനെ കടന്നു വന്നോ? എത്ര ആളുകളാ ദുആ ചെയ്തത്? പവിത്രമായ ബദർ ദിനത്തിൽ പോലും എല്ലാ പള്ളികളിലും നാം ദുആ ചെയ്തിട്ട് പോലും എന്തേ നമുക്കെതിരെ ഒരു വിധി വരാൻ കാരണം? അത് എന്തുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത്? അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ടാ, നമ്മുടെ ചെയ്തികളെ കൊണ്ടാ, നമ്മുടെ കാട്ടിക്കൂട്ടലുകളെ കൊണ്ടാ. ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു തആല പറയുന്നത് കേൾക്കണ്ട മുഅ്മിനേ. അല്ലാഹു തആല പറയുകയാണ്, അനൽ മലികുൽ മുലൂക് വമാലികുൽ മുലൂക് ഖുലൂബുൽ മുലൂകി ബിയദീ. എന്റെ കയ്യിലാണ് രാജാക്കളുടെ കടിഞ്ഞാണം, അവരുടെ അധികാരം എന്റെ കൈകളിലാണ്. അല്ലാഹു തആല പറയുകയാണ്, കേൾക്കണേ എന്റെ അടിമ, ഫഇന്നൽ ഇബാദ അതാഉനി. എന്റെ അടിമകൾ എന്നെ വഴിപ്പെട്ടാൽ, ഞാൻ പറയുന്നത് പോലെ അവർ ജീവിച്ചാൽ, എന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, അവരോട് കൃപയുള്ള, അവരോട് റഹ്മത്തുള്ള, അവരോട് സ്നേഹമുള്ള, അവരോട് മതിപ്പുള്ള, അവരെ വിലവെക്കുന്ന ഒരു ഭരണാധികാരികളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും, ഞാൻ ഇറക്കിത്തരുമെന്ന് അല്ലാഹു പറയുക. അങ്ങനെയല്ല, എന്റെ അടിമ എന്നെ എതിര് കാണിച്ചാൽ, ഞാൻ പറയുന്നത് കേൾക്കാതെ നടന്നാൽ, എന്നെ ധിക്കരിച്ചെന്ന് നടന്നു പോയാൽ, അവരെ വെറുക്കുന്ന, അവരക്രമിക്കുന്ന, അവരോട് വെറുപ്പുള്ള, എല്ലാ കാലത്തിലും അവർ ദ്രോഹിക്കുന്ന ഭരണാധികാരികളെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇറക്കിത്തരുമെന്ന് അല്ലാഹു തആല പറയുമ്പോ മുഅ്മിനേ, നമ്മുടെ ചെയ്തികളെ കൊണ്ടല്ലേ, നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ലേ ഇങ്ങനൊരു ഗവൺമെന്റ്, ഇങ്ങനെ നമ്മോട് അക്രമമുള്ള ഒരു ഗവൺമെന്റ് വരാൻ കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ടല്ലേ മുഅ്മിനേ. അതുകൊണ്ട് മനസ്സിലാക്കണേ, പ്രയാസങ്ങൾ സഹിക്കാതെ നമുക്ക് സ്വർഗം പുൽകാൻ പറ്റില്ല. ആരിവിടെ വരട്ടെ, ഏത് ഗവൺമെന്റ് വരട്ടെ, ആരിവിടെ ഭരിക്കട്ടെ മുഅ്മിനേ, നാം വിശ്വാസികളാണ്, നാം മുസ്ലിമീങ്ങളാണ്. നമ്മുടെ മുൻഗാമികൾ ഒരുപാട് പ്രയാസം സഹിച്ചവരാ. എന്ന് പറയപ്പെട്ട ഈ ലോകം പടക്കാൻ കാരണദൂതരായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ ജീവിതം പോലും പരിശോധിച്ചു നോക്കുമ്പോ വേദനയില്ലാതെ, ഖൽബിൽ വേദനയില്ലാതെ, കണ്ണുനീര് വരാതെ ഓർക്കാൻ കഴിയില്ലല്ലോ മുഅ്മിനേ. ഈ പവിത്രമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി എന്ന കാരണം കൊണ്ട് റസൂലുള്ളാഹിക്ക് വിലക്ക് ഏർപ്പെടുത്തിയ കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? കഴിക്കാൻ ഭക്ഷണമില്ലാതെ, ഒരാളും സഹായിക്കാതെ ആടുകൾ ഭക്ഷിക്കുന്നത് പോലെ, കന്നുകാലികൾ കഴിക്കുന്നത് പോലെ പച്ചയിലകൾ കഴിച്ചിട്ട് റസൂലുള്ളാഹ്, അവിടുത്തെ പ്രിയപ്പെട്ട ഖദീജ, അവിടുത്തെ പ്രിയപ്പെട്ട ഫാത്തിമ ജീവിച്ച കാലഘട്ടം കടന്നുപോയിട്ടില്ല. എന്നവർ എന്നിട്ടവർ കാഷ്ടിച്ചതോ ആടുകൾ കാഷ്ടിക്കും പോലെ കാഷ്ടിച്ചു എന്ന ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ അവർ സഹിച്ച ത്യാഗങ്ങൾ സഹിക്കാതെ എങ്ങനെയാണ് നമുക്ക് സ്വർഗം കിട്ടുക മുഅ്മിന്? ഖുർആൻ വളരെ വ്യക്തമായി ചോദിക്കുന്നുണ്ടല്ലോ. സൂറത്തുൽ ബഖറയിലെ 214 ആയത്തൊന്ന് ഓടി നോക്കുക. അതിൽ നമുക്ക് കാണാം, അസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലഉ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് ഇങ്ങനെ സ്വർഗം പുൽകാമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? നിങ്ങളെ മുൻഗാമികൾ സഹിച്ച വേദനകൾ, നിങ്ങളെ മുൻഗാമികൾ സഹിച്ച പരീക്ഷണങ്ങൾ, നിങ്ങൾക്ക് മുന്നിൽ കടന്നുപോയവർ സഹിച്ച ത്യാഗങ്ങൾ സഹിക്കാതെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെ ഒരിക്കൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട എന്ന് ഖുർആൻ നമ്മോട് മുൻപേ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെന്തിനാ നാം സങ്കടപ്പെടുന്നത്? പിന്നെന്തിനാ നാം പ്രയാസപ്പെടുന്നത്? വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ ഔലൗന ഇൻ കുൻതും മുഅ്മിനീന. സൂറത്തുൽ ബഖറ പറയുകയാണ്, നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. നാം വിചാരിക്കാത്ത ഗവൺമെന്റ്, നാം ആഗ്രഹിക്കാത്ത ഗവൺമെന്റ് ഇവിടെ കടന്നു വന്നുവല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വ്യാകുലപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടേണ്ട. വഅസാ അൻ തക്റഹൂ ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബൂ ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു സൂറത്തുൽ ബഖറയിലൂടെ തന്നെ പറയുകയാണ്, നിങ്ങൾ വല്ല വസ്തുവും ഇഷ്ടപ്പെട്ടാൽ, നിങ്ങളെ വല്ലവരും വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഒരു പക്ഷേ അവർ നിങ്ങൾക്കത് മോശമായിരിക്കും. നിങ്ങളവർ വരണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ അവർ നിങ്ങൾക്കത് മോശമായിരിക്കും. നിങ്ങൾ വരല്ലേ, നിങ്ങൾ വല്ല വസ്തുവിനെയും വെറുത്താൽ, മോശപ്പെട്ടാൽ, ഒരു പക്ഷേ അവരായിരിക്കും നിങ്ങൾക്ക് ഉത്തമം. വല്ലാഹു യഅലം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്, അല്ലാഹു എല്ലാം അറിയുന്നവനാണ് എന്ന് സൂറത്തുൽ ബഖറയിലൂടെയാ പറയുന്നത്. പിന്നെന്തിനാ നാം പ്രയാസപ്പെടുന്നത്? അതുകൊണ്ട് വലാ തഹിനൂ വലാ തഹ്സനൂ, ടെൻഷൻ അടിക്കണ്ട, പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട. വഅൻതുമുൽ ഔലൂൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതർ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നവർ, നിങ്ങൾ തന്നെയാണ് ഏറ്റവും ടോപ്പിലുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ. എപ്പോ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ത് വേണം? മുഅ്മിനീങ്ങളാവാൻ നമുക്ക് കഴിയണം. ഇസ്ലാമായതുകൊണ്ട് കാര്യമില്ല, പേര് മാത്രം മുസ്ലിമായത് കൊണ്ട് കാര്യമില്ല. നാം കാട്ടിക്കൂട്ടുന്ന കൊപ്രായിത്തരങ്ങൾ, എന്റെ സഹോദരി, എന്റെ പെങ്ങള്, ഒന്ന് ഉപ്പളയിലോട്ടൊന്ന് പോയി നോക്ക്, ഒന്ന് കാസർഗോഡൊന്ന് പോയി നോക്ക്. എത്ര സഹോദരിമാരാണ് ഈ റമളാനിന്റെ പകല് പോലും സുബ്ഹാനല്ലാഹ് വേദനയോടെ പറയാനല്ലാതെ എന്താണ് നമുക്ക് സാധിക്കുക? സുബ്ഹാനല്ലാഹ് രാവിലെ തുടങ്ങിയിട്ട് സൂര്യാസ്തമനം വരെ, പ്രദോഷം വരെ, വൈകുന്നേരം വരെ ളുഹ്ർ നിസ്കാരമില്ലാതെ, അസ്ർ നിസ്കാരമില്ലാതെ പർച്ചേസ് നടക്കുന്ന, വസ്ത്ര വ്യാപാരങ്ങൾ കയറിയിറങ്ങുന്ന ഒരു ലക്ഷ്യമില്ലാത്തവരായി നാം മാറുമ്പോ അല്ലാഹുവിന്റെ പരീക്ഷണമല്ലാതെ എന്താണ് നമുക്ക് കടന്നു വരിക? മുഅ്മിനെ, എന്താണ് നമുക്ക് കടന്നു വരിക? ഹറാമുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് അല്ലാഹു പാടില്ല, നീ നോക്കല്ല, നീ ചെയ്യല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് പരിശുദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഹദീസ് അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, അവരിങ്ങനെ ദുആ ചെയ്യുകയാണ്, അവരിങ്ങനെ നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹ് അല്ലാഹ് എന്ന് വിളിച്ച് ഇങ്ങനെ അവർ ദുആ ചെയ്യുമത്രേ.
ومطعمه حرام وملبسه حرام ومشربه حرام فأنى يستجاب له. റസൂലുള്ള ചോദിക്കുകയാണ്, നിരന്തരമായ ഒരു പ്രാർത്ഥിക്കുകയാണ്, പാതിരാരാവിൽ പോലും ഉറക്കമടിച്ചവർ ദുആ ചെയ്യുകയാണ്. പക്ഷേ വമത്അമുഹു ഹറാം, അവർ കഴിക്കുന്ന ഭക്ഷണം ഹറാമാ. പലിശക്കെടുത്ത ഭക്ഷണമാണോ, പലിശയുടെ സമ്പത്താണോ, ആരെ കൊന്നാലും ആരെ അപഹരിച്ചാലും ആരെ സ്വത്ത് തട്ടിയെടുത്താലും വേണ്ടിയില്ല, എനിക്ക് ജീവിക്കണം, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന ചിന്തയാണോ മുഅ്മിനേ നമ്മുടെ മനസ്സിലുള്ളത്? അതെ, അവരെ ഭക്ഷണം ഹറാമാ. വമശ്റബു ഹറാം, അവർ കുടിക്കുന്ന പാനീയം ഹറാമാ. വമൽബസു ഹറാം, അവർ ധരിക്കുന്ന ഉടയാടുകളും ഹറാമിൻ്റെതാ. ഫഅന്നാ യുസ്തജാബ ലഹ്, പിന്നെങ്ങനെയാണ് അവർക്ക് ഉത്തരം കിട്ടുക? പിന്നെങ്ങനെയാണ് അവർക്ക് മറുപടി കിട്ടുക? പിന്നെങ്ങനെയാണ് അവർ ദുആക്ക് ഇജാബത്തുണ്ടാവുക എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് മുഅ്മിനേ മാറി വരണേ, ചെയ്തികൾ നന്നാക്കണേ, അല്ലാഹു പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണേ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അതിനൊരു സുവർണ്ണ അവസരമാണ് നമുക്കിതാ കടന്നു വന്നിട്ടുള്ളത്. ദിവസങ്ങൾ ഓരോന്നായി പടിയിറങ്ങുകയാണ്, വിട ചൊല്ലുകയാണ്, യാത്ര പറയുകയാണ്. മുഅ്മിനേ, സമയം ഇനി കൂടുതലൊന്നുമില്ല, 10 ദിനം മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് ചെയ്തു പോയ പാപങ്ങളെല്ലാം റബ്ബിനോട് പറഞ്ഞിട്ട്, ചെയ്തു പോയ എല്ലാ തെറ്റുകളും റബ്ബിനോട് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ നമുക്ക് കഴിയണം. മുഅ്മിനേ, അവനോടല്ലാതെ ആരോടാണ് നാം പറയേണ്ടത്? ഹബീബായ തങ്ങൾ പറയുന്നുണ്ടല്ലോ, അത്താഇബു മിനൽ ദംബി കമല്ലാ ദംബല. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ചെയ്തു പോയ ദോഷത്തിൽ നിന്ന്, ചെയ്തു പോയ പ്രവർത്തനങ്ങളിൽ നിന്നിട്ട് പേടിച്ചു മടങ്ങിയവൻ അല്ലാഹ് സംഭവിച്ചു പോയി റബ്ബേ പുറത്തു താ എന്ന് പറയുന്നവൻ, ആ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ കമല്ലാ ദംബല, അവനൊരു പാപമില്ലാത്തവനെ പോലെ ആയിത്തീരുമെന്ന്, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെ ആകുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുമ്പിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ പരീക്ഷണങ്ങളെല്ലാം നമുക്ക് വരാനുള്ള കാരണമെന്ത്? വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ ബലഹീനത സംഭവിച്ചു എന്നുള്ളതാണ്. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടുന്നു എന്നുള്ളതാണ്. മുഅ്മിനേ, ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് നിന്നാൽ ഉപകാരമായിരുന്നു. ഒരു മിനിറ്റ്. تبسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدير يا الله صلاة الله سلام الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن همة بأهل البدر يا الله صلاة الله سلام الله على طه رسول الله അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് എന്ത് പ്രയാസം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ക്ഷമിക്കാനുള്ള ഒരു ശരീരം നമുക്കുണ്ടായാൽ അത് ദുനിയാവിലെ നിധികളിൽ പെട്ടതാണെന്ന് മുത്തായ റസൂലുള്ളാഹ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം കണ്ട കൊട്ടാരമില്ലേ, അതിന്റെ രണ്ടാമത്തെ, ആ കൊട്ടാരം കിട്ടുന്ന രണ്ടാമത്തെ സ്വഭാവത്തിന്റെ ഉടമ ആരാണെന്ന് അറിയുമോ? അല്ലാഹു മൂസാ നബിയോട് പറയുകയാണ്, മൂസാ, ഞാൻ ഒരാൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ കൊടുക്കും, എന്റെ ഉമ്മത്തിന് പറ്റി, എന്റെ സമുദായം, എന്റെ അടിമയ്ക്ക് ഞാൻ ഒരുപാട് പ്രയാസങ്ങൾ ഒന്നിനൊന്നിന് പുറകെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവനിക്ക് കൊടുക്കും. പ്രയാസങ്ങളെല്ലാം വരുമ്പോ ക്ഷമിക്കാൻ കഴിവുള്ള ആർക്കാണോ, അതിൽ ക്ഷമിച്ചു നിൽക്കുന്നവൻ ആരാണോ, അവനിക്കാണ് ഈ കൊട്ടാരം ഞാൻ സമ്മാനിക്കുക എന്ന് മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ
മൂസാ നബി അലൈഹിസ്സലാമിനോട് പറയുമ്പോ മുഅ്മിനേ പ്രയാസമുള്ളത് നമ്മുടെ കൂടെ പുറപ്പാ അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ ദുനിയാവ് മുഅ്മിന്റെ ജയിലറ എന്നാണല്ലോ റസൂൽ എന്ന് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് മുഅ്മിനാണോ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, അതെല്ലാം ക്ഷമിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വട്ടം ഉമ്മു സലമയുടെ വീട്ടിലോട്ട് കടന്നു വരികയാണ്. ഉമ്മു സലമ വല്ലാതെ കരയുകയാണ്, തേങ്ങി തേങ്ങി കരയുകയാണ്. ഉമ്മു സലമയോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ യുബ്കീകി യാ ഉമ്മു സലം, ഉമ്മു സലമേ എന്തിനാണ് കരയുന്നത്, എന്തിനാണ് ഉമ്മു സലമേ പ്രയാസപ്പെടുന്നത്, എന്തിനാ? അപ്പോഴാണ് ഉമ്മു സലമ പറഞ്ഞത്, നബിയെ എന്റെ ഭർത്താവ് വല്ലാതെ എന്നോട് ഇഷ്ടമുള്ള ആളായിരുന്നു, വല്ലാതെ സ്നേഹമുള്ള ആളായിരുന്നു, എന്നെ വല്ലാതെ ഇഷ്ടമായിരുന്നു, വല്ലാതെ സ്നേഹമായിരുന്നു നബിയെ. എന്റെ ഭർത്താവിനോട് നിന്ന് മരണപ്പെട്ടു പോയി നബിയെ, അടുത്താകാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ, അത് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ. അപ്പോഴാ റസൂലുള്ള പറഞ്ഞത്, ഉമ്മു സലമ പ്രയാസപ്പെടണ്ട, വേദനിക്കണ്ട, നീ പറഞ്ഞോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അജ്ർനി ഫീ മുസീബതി വഖുൽഫ്നി ഖൈറൻ മിൻഹാ. മുസലമാനി പറഞ്ഞോ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പിന്നെയോ അജ്ർനി ഫീ മുസീബതി വഖുൽഫ്നി ഖൈറൻ മിൻഹാ. അല്ലാഹുവേ എനിക്ക് തന്ന വിപത്തില്, എനിക്ക് തന്ന ബുദ്ധിമുട്ടിൽ നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാ, അതിനേക്കാൾ ഖൈറായതിനെ നീ എനിക്ക് തരണം, പകരമാക്കി തരണേ അല്ലാ. മുഅ്മിനേ എന്ത് പ്രയാസം വന്നാലും പറയണേ, റസൂലുള്ള പഠിപ്പിച്ചതാണ്. അങ്ങനെ അവസാനം ഉമ്മു സലമ ബീവി ഈ ദിക്ർ ചൊല്ലാൻ എന്ന് തുടങ്ങിയപ്പോ, ഈ ദുആ എന്ന് ചൊല്ലാൻ തുടങ്ങിയപ്പോ, പിന്നെ ഉമ്മു സലമക്ക് ഭർത്താവായി വന്നത് ആരാണെന്നറിയുമോ? അതേ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ നബി തങ്ങളാണ് പിന്നെ ഉമ്മു സലമയുടെ ഭർത്താവായി വന്നതെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണാം മുഅ്മിനേ. അതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട് നമുക്ക് കടന്നു വന്നാലും, എന്ത് പ്രയാസം നമുക്ക് കടന്നു വന്നാലും ഈ പ്രാർത്ഥന, ഈ ദിക്ർ കൊണ്ടുവന്നോ, അതിനേക്കാൾ എന്താണോ നമുക്ക് പ്രയാസം സംഭവിച്ചത് അതിനേക്കാൾ നല്ലൊരു പകരത്തിന് അല്ലാഹു നമുക്ക് തരാതിരിക്കില്ല, അല്ലാഹു നമുക്ക് ബദലാക്കി തരാതിരിക്കില്ല. എന്ത് മുസീബത്ത് വന്നാലും പറയണമെന്നുണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലേ? എന്ത് നമുക്കത് ആദിക്കറപ്പാച്ചില്ല, എപ്പോഴാ ചെല്ലുന്നത്? മരിച്ചെങ്കിൽ ആരെങ്കിലും കാറ്റ് പോയെങ്കിൽ മാത്രം ഇതാവും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലെ? എന്നാ മരിച്ചെങ്കിൽ മാത്രം പറയാനുള്ളത് അത് അങ്ങനെയാണോ? അങ്ങനെയാണോ മുഅ്മിനീങ്ങളെ? അങ്ങനെയാണോ? അല്ല. വല്ല പ്രയാസവും നിങ്ങൾക്ക് പിടിപ്പെട്ടാൽ, വല്ല എന്ത് തന്നെയാവട്ടെ, പനി വരാൻ, ഒരു പനി വന്ന ഉടനെ പറഞ്ഞേക്ക് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും എത്ര ചെറുതാവട്ടെ ഉടനെ പറയണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മരിച്ചെങ്കിൽ മാത്രം പറയാനുള്ളതല്ല. റോഡിലൂടെ പോകുമ്പോ, അങ്ങാടിയിലേക്ക് പോകുമ്പോ, ബസാറിലേക്ക് പോകുമ്പോ ഒരു ആക്സിഡന്റ് കാണുകയാണ്, ഉടനെ പറഞ്ഞേക്കണേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും അത് പറയണം, അല്ലേ? നാലാൾ കൂടെ എടുത്ത് പോയിട്ട് പറയണ്ട. വണ്ടിയോട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആക്സിഡന്റ് കണ്ടത്, അപ്പൊ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചിലപ്പോ പെരടിക്ക് കിട്ടും ചെയ്യും. എടാ മരിച്ചില്ലടാ അറിയില്ല, കേൾക്കാതെ പഠിക്കാത്ത ആളായിരിക്കും അപ്പത്തുണ്ടാവുക. സന്ദർഭം നോക്കണം, അല്ലെ? ചില പഠിച്ചെങ്കിൽ പിന്നെ ഭയങ്കര ഉഷാറാണ്. അങ്ങനല്ല. അപ്പൊ ഏതായാലും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്ത് വന്നാലും പറയണേ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ ചുരുക്കട്ടെ മുഅ്മിനേ, അതുകൊണ്ട് ഏത് പ്രയാസം വന്നാലും ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവുക, എന്ന് ശരീരമുണ്ടാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തന്ന ദുനിയാവിന്റെ നിധികളിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം വസൗജത്തുൻ സാലിഹ,
നല്ല ഇണ ഉണ്ടാവുക എന്നുള്ളതാണ്. സ്വാലിഹായ പെണ്ണ് ആരാ? സ്വാലിഹായ ഭാര്യ ആരാ? മുഞ്ചുള്ളവളോ സ്വന്തമുള്ളവളോ മാത്രമല്ല, സ്വാലിഹായ പെണ്ണ് ആരാണെന്നറിയുമോ? പെണ്ണെ കേൾക്ക്, പെണ്ണെ കേൾക്ക്. മഹാന്മാര് പറയുകയാണ് 3 ഗുണങ്ങളാണ് സ്വാലിഹായ പെണ്ണിനുള്ളത്. ഒന്നാമത്തെ ഗുണം ഏതാണെന്നറിയുമോ? മഹത്തുക്കളായ ആലിമീങ്ങൾ പറയുന്നു, നിന്റെ മുഖത്തേക്ക് നിന്റെ ഭർത്താവെന്ന് നോക്കിയാൽ എത്ര വലിയ പ്രയാസത്തോടെ നിന്റെ ഭർത്താവ് നിന്നെ കണ്ടാൽ മല പോലുള്ള പ്രയാസമാണേലും നിന്റെ മന്ദസ്മിതം തൂങ്ങുന്ന മുഖമെന്ന് കണ്ടാൽ ആ ഭർത്താവിന്റെ പ്രയാസങ്ങളെല്ലാം ഒരു നേരത്തേക്ക് മറന്നു പോകണം. അങ്ങനെ നിനക്ക് സാധിക്കുന്നുണ്ടോ? നീ സ്വാലിഹായ പെണ്ണാ മോളെ. നമ്മുടെ അവസ്ഥ പറയുന്നില്ല, ഞാൻ പറയുന്നില്ല നമ്മുടെ അവസ്ഥ എന്ത് അല്ലെ? ഇയാള് പാവം കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം വരെ ജോലി എടുത്തിട്ട് അല്ലെങ്കിൽ അല്ലെ വലിയ ബുദ്ധിമുട്ടായി വീട്ടിൽ വരുമ്പോക്ക് നിങ്ങൾ വന്ന മുളക് കൂടെ നിൽക്കേ, നിങ്ങൾ ഇത്ര ചെല്ലുന്നു കറി വെക്കണോട് അല്ലെ? പാടില്ല, പാടില്ല മുഅ്മിനേ, പാടില്ല. ചെയ്തു പോടാ, ചെയ്തു കൂടാ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ മുഅ്മിനേ. ഭർത്താവിനെ കേൾക്ക് ഒരു വർത്തമാനം പോലും പറയല്ല. നിങ്ങൾക്ക് കേൾക്കണോ? വിഷയം എവിടെയൊക്കെ തെറ്റിപ്പോകുന്നു എന്നാലും വേണ്ടിയില്ല, ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. മഹദി ഫാത്തിമ. ആരാ ഫാത്തിമ? സയ്യിദത്തുൻ നിസാഇ അഹ്ലിൽ ജന്ന. പെണ്ണേ, നിങ്ങളെ സ്വർഗ്ഗത്തിലെ നേതാവാണ് ഫാത്തിമ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. ഫാത്തിമത്തു ഖത്അത്തു ഖബ്രി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. മോളെ, ആ ഫാത്തിമ ബീവിയത തന്റെ പ്രിയ ഭർത്താവായ അലിയാർ തങ്ങളുമായി ഒരു വട്ടം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, സല്ലപിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഫാത്തിമയുടെ വാക്കിൽ എന്തോ ഒരു വാചകം അലിയാർ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് വന്നുപോയി. ഇത് കേട്ടവാൻ അലിയാർ തങ്ങൾക്ക് വേദനയായി, പ്രിയപ്പെട്ട ഭർത്താവിന് സങ്കടമായി. ഫാത്തിമ ബീവിക്ക് കാര്യം മനസ്സിലായി. ഫാത്തിമ ബീവി ഉടനെ തന്നെ അലിയാർ തങ്ങൾ ഇരിക്കുന്ന ആ ഇരിപ്പണത്തിന് ചുറ്റുമങ്ങ് ചുറ്റുകയാണ്. എന്തിനാ? അലിയെ മാപ്പ് ചെയ്യണം, അലിയെ പൊറുക്കണം, അലിയെ അറിയാതെ വന്നതാ അലിയെ എന്ന് തന്റെ ഭർത്താവിനോട് മാപ്പ് ചോദിക്കുകയാണ്. അവസാനം 80 പ്രാവശ്യം അലിയാർ തങ്ങൾക്ക് ചുറ്റും ഫാത്തിമ ബീവി തിരിഞ്ഞപ്പോഴാണ് അലിയാർ തങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഫാത്തിമ ബീവി കടന്നു വരുന്നു. ഇലാ ഹദറത്തി റസൂലില്ലാഹ്. തന്റെ വാപ്പാന്റെ ചാരത്തേക്ക് വന്നു വാപ്പയോട് പറഞ്ഞു, വാപ്പാ, ഞാനും അലിയും തമ്മിൽ ഇന്നലെ ഒരു പിണക്കമുണ്ടായി വാപ്പാ. അലിയാർ തങ്ങൾ ഇന്നലെ എന്നോട് പിണങ്ങി വാപ്പ എന്ന് വാപ്പയോട് വന്ന് മകൾ പറയുകയാണ്. ഉടനെ ഇത് കേട്ടപാടെ ഹബീബായ തങ്ങളെ മുഖമങ്ങ് ചുവന്നുപോയി. ഫാത്തിമയോട് പറഞ്ഞു, മോളെ, അലിയാരുമായി പിണങ്ങിയ ഇന്നലെ എങ്ങാനും നീ മരിച്ചു പോയിരുന്നുവെങ്കിൽ, ഇന്നലെ എങ്ങാനും നീ ലോകത്തോട് ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ, മോളെ, നിനക്ക് ഈ വാപ്പയായ ഞാൻ മയ്യിത്ത് നിസ്കരിക്കുമായിരുന്നില്ല മോളെ. പെങ്ങളെ ഓർക്ക്, ആരാ ഭർത്താവ്? ആരാ? നിനക്ക് വേണ്ട വസ്ത്രം വാങ്ങിത്തരാനുള്ളവൻ മാത്രമല്ല, നിനക്ക് വേണ്ടിയ ആഹാരം കൊണ്ടുവരാൻ മാത്രമുള്ളവനല്ല. അവൻ നിന്റെ എല്ലാമായി മാറണം. അവനെ സ്നേഹിക്കാൻ നിനക്ക് കഴിയണം മോളെ. അതുകൊണ്ട് ആ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ ഒരു പെണ്ണിനും സ്വർഗമില്ല, സ്വർഗമില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സ്വാലിഹത്തായ പെണ്ണ് ആരാ എന്നുള്ളതാണ്. ഒന്നാമത്തെ അവളെ ഗുണമാണ് പറഞ്ഞത്. അവളുടെ ഭർത്താവളെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അവന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാക്കാൻ നിനക്ക് കഴിയണം. പിന്നെയോ രണ്ടാമത്തെ ഗുണമേതാണെന്നറിയുമോ? മഹാന്മാര് പറഞ്ഞു തരികയാണ്, നിന്നിൽ നിന്ന് നിന്റെ ഭർത്താവ് കടന്നു പോയാൽ നിനക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ സന്തോഷത്തിന് വേണ്ടി, നിന്റെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടി മക്കളെ വളർത്താൻ
പ്രയാസഭാരങ്ങളുമായി പ്രവാസ ലോകത്തേക്ക് കുതിച്ചാൽ മോളെ അന്യവനുമായി ചിഹ്നിക്കുന്നവനല്ല, അന്യവരുമായി ഫോണിൽ സംസാരിക്കുന്നവളല്ല, അന്യബന്ധങ്ങൾ ഉണ്ടാക്കി വെക്കുന്നവളല്ല. അവനെ പേടിച്ചിട്ട് എന്റെ ഭർത്താവ് എനിക്ക് വേണ്ടിയാണല്ലോ പ്രയാസപ്പെടുന്നത് എന്ന ചിന്തയോടെ സൂക്ഷിക്കേണ്ട ഭാഗങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്നവളാണ് സ്വാലിഹത്തായ പെണ്ണ് എന്നുള്ളത്. അതുപോലെ മൂന്നാമതൊരു ഗുണം കൂടി മഹാന്മാര് പറഞ്ഞു തരുന്നു. എന്റെ ഓർമ്മയിൽ നിന്നത് വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, പെണ്ണെ നീ സ്വാലിഹത്തായി മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ ഭാര്യമാർ അള്ളാഹു സ്വാലിഹത്തീങ്ങളാക്കി തരട്ടെ. അങ്ങനെയല്ലേ ദുആ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ഇനിയിപ്പോ ഏതായാലും കെട്ടിട്ടാ ഇനി വേർന്ന് കെട്ടാൻ പറ്റൂലല്ലോ. ഏതായാലും അള്ളാഹു തന്ന ഭാര്യമാരെ സ്വാലിഹങ്ങളാക്കി തരട്ടെ. കെട്ടുന്നതിന് പ്രശ്നവുമില്ല. ഏതായാലും ഇരിക്കട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരാൾ ആയത്തുൽ കുർസി പരിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു എനിക്ക് നൽകുന്ന ഓഫറുകളാണ് പറഞ്ഞത്. നന്ദി ചെയ്യാനുള്ള മനസ്സനുണ്ടാകുമെന്നുള്ളതാ. ദിക്ർ ചൊല്ലാനുള്ള നാവല്ലാഹു സമ്മാനിക്കുമെന്നുള്ളതാ. പ്രവാചകന്മാരുടെ പുണ്യം അവർക്ക് കൊടുക്കുമെന്നുള്ളതാ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കേൾക്കന്റെ മുഅ്മിനേ, എത്രയോ മഹത്വമാണ്, എത്രയോ ശ്രേഷ്ഠതയാണ്. ഞാൻ ചുരുക്കുകയാണ്, വിഷയങ്ങളെല്ലാം ഞാനൊന്ന് ചുരുക്കട്ടെ. എത്രയോ ശ്രേഷ്ഠതയാണ് ആയത്തുൽ കുർസിക്ക് മഹാന്മാര് പറഞ്ഞു തരുന്നത്, മഹത്തുക്കളായ ആളുകൾ പറഞ്ഞു തരുന്നത്. എത്രയോ 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 ശ്രേഷ്ഠമാണ് മുഅ്മിനീങ്ങളെ. നിങ്ങൾക്ക് കേൾക്കണോ? ഹബീബായ തങ്ങൾ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ, ഒരാൾ ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ, ഒരാൾ ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹു തആല ഫുതിഅതു ലഹു അബ്വാബുൽ ജന്നതി സമാനിയ ഫയദ്ഖുലു മിൻ അയ്യി ആശാ. റസൂലുള്ളാഹി പറയുകയാണ്, ഒരാൾ നിസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ സ്വർഗത്തിന്റെ 8 വാതിലുകളും അവനക്ക് തുറന്നു കൊടുക്കുമെന്ന്, അവന് ഇഷ്ടപ്പെട്ട വാതിലിലൂടെ ഡോറിലൂടെ അകത്ത് കടക്കാമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫർള് നിസ്കാരങ്ങളിൽ ആയത്തുൽ കുർസി ഓതിയാൽ അവന് സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുമത്രേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകൾ തുറക്കുന്ന മറ്റൊരു കാര്യം കൂടി. എന്താ അത്? എട്ട് വാതിലുകളും തുറക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താ അത്? എന്താ? വുളൂഇന് ശേഷമുള്ള ദുആ. അങ്ങനെ ദുആ ഉണ്ട് ഉസ്താദ്. അങ്ങനെ ഒരു ദുആ ഉണ്ട്. അങ്ങനെ ഒരു ദുആ ഉണ്ട്. അങ്ങനെ ഒരു ദുആ ഉണ്ട്. ആ ദുആ ഒരാൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിലെ 8 വാതിലുകളും അല്ലാഹു തുറന്നു കൊടുക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ അടുക്കലേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നത് നാം വലിയ പിരിവൊന്നും എടുക്കാറില്ല, വലിയ സംഭാവനകളും ഇതിനെടുക്കാറില്ല. നിങ്ങൾ നൽകുന്ന, നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ സംഖ്യ കൊണ്ടാണ് ഇതിന്റെ ചെലവുകൾ നടന്നു പോകുന്നത്. ഇതിന് സ്റ്റേജ് ഒരുക്കണം, മൈക്ക് സെറ്റ്, ഉസ്താദന്മാർക്കുള്ള, എനിക്കില്ല, മറ്റുള്ള ഉസ്താദന്മാർക്കുള്ള കാശ് കൊടുക്കണം. ഏതായാലും നല്ലൊരു സംഖ്യ ഇതിന് വേണ്ടി ചെലവാകുന്നുണ്ട്. ഉമ്മമാർ, സഹോദരിമാർ, കണ്ടറിഞ്ഞു തന്നെ നല്ലൊരു സ്വതക്ക നിങ്ങൾ ഇതിന് വേണ്ടി ചെയ്യണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്‌ലിസുൻ നൂർ നാളെയല്ല മറ്റേന്ന് തിങ്കളാഴ്ച ഇൻഷാ അല്ലാഹ് മജ്‌ലിസുൻ നൂറും അതുപോലെ തന്നെ നമ്മുടെ ഹാഫിദീങ്ങളായ വിദ്യാർത്ഥികൾക്കുള്ളതായ മൊമെന്റോ, അതേപോലെ നമ്മുടെ നാട്ടിലെ അടുത്ത് ആലിമീങ്ങളായി ഇറങ്ങി വന്ന പണ്ഡിതന്മാർക്കുള്ള മൊമെന്റോ, അതേപോലെ നമ്മുടെ നാട്ടിൽ SLCക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമെന്റോ എല്ലാം ഇവിടെ സമ്മാനിക്കും. ഇൻഷാ അല്ലാഹ് ആ വേദിയിലേക്ക് നിങ്ങൾ വരികയും മഹാന്മാരായ ബദരീങ്ങളെ സദസ്സാണ് നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലേക്ക് നിയ്യത്താക്കി കൊണ്ടുവരണം കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ,
ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കുന്നത് പോലെ വുളൂഇന്റെ ശേഷമുള്ള ദുആ. ഇൻഷാ അല്ലാഹ് പരിവായിക്കൂടെ. ഒരുപാട് ആളുകൾ മുടങ്ങാതെ ചൊല്ലുന്നവരാണ്. മുടങ്ങാതെ ചൊല്ലുക. ആ ദുആക്ക് കൂടുതൽ സമയമൊന്നും വേണ്ട. ഖിബലക്ക് തിരിഞ്ഞ് 2 കണ്ണും കൈയും മുകൾപോട്ട് ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. കൺകുരുടനാണെങ്കിലും ശരി അവൻ മുകൾപോട്ട് ഉയർത്തണമെന്നാണ് വലൗ അഅമ എന്ന ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മുകൾപോട്ട് ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യണം. ആ ദുആ ഒരാൾ ചെയ്താൽ അവനക്ക് സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവായിക്കൂടെ മുഅ്മിനീങ്ങളെ, ആയിക്കൂടെ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞേക്ക്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാൻ ചുരുക്കട്ടെ, അങ്ങനെ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അവനിക്ക് 8 കവാടങ്ങളും തുറക്കും. പിന്നെയോ ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, വീട്ടിൽ നിന്ന് അങ്ങാടിയിലേക്കോ എവിടേക്കെങ്കിലും പോകുമ്പോ ഒരാൾ ആയത്തുൽ കുർസി ഓതിയിട്ടാണ് പുറത്തു വരുന്നതെങ്കിൽ 70,000 മലക്കുകൾ അവനിക്ക് കവചം തീർക്കും, കാവലുണ്ടാകും, പ്രൊട്ടക്ഷൻ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. എങ്ങനെ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി കാവൽ തീർക്കും എന്ന് റസൂലുള്ളാഹി. ഒരു ആയത്തുൽ കുർസി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓതിയാൽ, അതേപോലെ ഒരാൾ വീട്ടിലോട്ട് കയറുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ, വീട്ടിലോട്ട് കയറുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി